കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയതിൽ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് കൊച്ചി ബ്യൂറോ. അന്വേഷണം ആവശ്യപ്പെട്ട് മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം അയച്ചു. 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയ പാലമാണ് വീണ്ടും പൊളിഞ്ഞത്. ശരിക്കും ആ പാലത്തിലൂടെയൊക്കെ ഞാനൊക്കെ രാവിലെ പ്രഭാത നടത്തത്തിനൊക്കെ പോയിട്ടുള്ളതാണ്. ഈ പാലം പണിഞ്ഞിട്ടും നന്നാകാത്തൊരു പാലമായിട്ട് മാറുകയാണ്. കുണ്ടന്നൂർ തേവര പാലത്ത് നിന്ന് സൂര്യശ്രീ തത്സമയം ചേരുന്നു. സൂര്യശ്രീ, ഗുഡ് മോർണിംഗ്. സൂര്യശ്രീ ആദ്യം കുറച്ചു കാലം ബ്യൂറോയിൽ പ്രവർത്തിച്ച ആളാണ്. നമ്മുടെ ന്യൂസ് ഡെസ്കിലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കൊച്ചി ബ്യൂറോയിലേക്ക് നമ്മൾ അയച്ചിരിക്കുകയാണ്. സൂര്യശ്രീ, പുതിയ ജോലി എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. ഇനി പാലത്തിൻ്റെ കഥ പറയും. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ കൊച്ചിയിലെ തന്നെ പ്രധാന പാലങ്ങളിലൊന്നായ കുണ്ടന്നൂർ തേവര പാലത്തിലാണ്. 3 തവണയാണ് ഈ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത പാലത്തിന്റെ ഈ ഒരു അവസ്ഥയാണിത്. 3ാമത്തെ തവണയൊക്കെ തന്നെയും പാലം ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയ ആളുകൾക്ക് തുറന്നുകൊടുത്തപ്പോൾ അധികാരികൾ പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ തരത്തിലുള്ള ഒരു ഉറപ്പായിരുന്നു. 3ാമത്തെ തവണ ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് എന്ന വലിയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ ടാറിംഗ് ഇളകിപ്പോവുകയോ പൊളിഞ്ഞു പോവുകയോ ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള വലിയൊരു ഉറപ്പിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഈ പാലം പണി പൂർത്തിയാക്കിയതിനു ശേഷം ആളുകൾക്കായി തുറന്നുകൊടുത്തത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പാലത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ ഗർത്തങ്ങളും അല്ലെങ്കിൽ വലിയ ഹമ്പുകൾ, ടാറിംഗ് തെന്നി മാറി നീങ്ങി വലിയ തരത്തിലുള്ള ഒരു കുഴികളൊക്കെ തന്നെ രൂപപ്പെടുന്ന അവസ്ഥയാണ്. മഴക്കാലത്തിലൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട്. ആളുകളൊക്കെ തന്നെ ഇവിടെ ഇതിനടുത്താണ് ബസ് സ്റ്റോപ്പ്. ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ ഈ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. കഴിഞ്ഞ 2016-ലും 2020-ലും 2020-ലാണ് അങ്ങനെ 3 തവണയാണ് ഈ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് പാലത്തിലൂടെയുള്ള ഗതാഗതം എല്ലാം നിരോധിച്ച് ഈ പാലം അടച്ചിട്ടത്. ഏകദേശം 10-15 ദിവസങ്ങളെടുത്താണ് ഇത്തരത്തിൽ ഈ ഒരു റീടാറിംഗ് പൂർത്തിയാക്കിയത്. ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് എന്ന SMA എന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ യാതൊരു ആശങ്കയും വേണ്ട, ഒരു ടാറിങ്ങും പൊളിഞ്ഞു പോകില്ല എന്നൊരു ഉറപ്പാണ് ഇത്തരത്തിൽ സർക്കാർ ഹൈക്കോടതിയിലടക്കം തന്നെ ഉറപ്പ് നൽകിയത്. പക്ഷേ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ഏകദേശം 6 മാസം പോലും പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ പാലത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ വലിയ ടാറിംഗ് തെന്നി നീങ്ങി വലിയൊരു തരത്തിലുള്ള ഇതുപോലെ തന്നെയാണ് പാലത്തിന്റെ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ യാത്രക്കാർ ഈ പശ്ചിമ കൊച്ചിയിലേക്കൊക്കെ തന്നെ പോകുന്ന പ്രധാന പാലങ്ങളിൽ ഒന്നാണ്. നിരവധി യാത്രക്കാരാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഈ യാത്രക്കാർക്കൊക്കെ ഓട്ടോറിക്ഷ, കുട്ടികളുമായി പോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ കോളേജുകളിലേക്ക് പോകുന്നവരൊക്കെ തന്നെ ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർക്കൊക്കെ തന്നെ മഴക്കാലമായാൽ പേടിയാണ്. വളരെ രീതിയിലുള്ള വലിയൊരു പ്രശ്നങ്ങളാണ് ഇവിടെ രൂപപ്പെടുന്നത്. 3 തവണ, അതായത് കോടികൾ മുടക്കി ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിലുള്ള അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണെന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ പാലത്തിന്റെ ടാറിംഗ് തെന്നി നീങ്ങിയിരിക്കുന്നത്, പാലത്തിലെ ടാറിംഗ് തെന്നി നീങ്ങി അത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുമല്ലോ. എന്ത് പണിയെടുത്താലും ഞാൻ ഒരു പണിക്ക് പോണേണ്, ഇത്ര പണിക്കാരാണ്. എന്നാൽ തിരക്കുള്ള കംപ്ലൈന്റ് എന്തെങ്കിലും കാണും. നമ്മൾ തീർത്തൊന്നും ഒരു പണിക്ക് ഒരു ഫിനിഷിംഗ് ഉദ്ദേശിക്കരുത്. അല്ല, പലതവണ ഇതേ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി പല അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചിട്ടിരുന്നു. അപാകതകൾ ഉണ്ടാവും, അതിപ്പോ സ്വാഭാവികമാണ്. അത് പരിഹരിക്കുക, ഇത്ര തന്നെ. ഏതായാലും മരട് നഗരസഭ മുൻ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് തന്നെ ഇത്തരത്തിലൊരു നിവേദനം നൽകിയിട്ടുണ്ട്. കരാറുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും വിഷയത്തിൽ ഒരു വലിയൊരു അന്വേഷണം വേണമെന്നുമാണ് നഗരസഭ മുൻ വൈസ് ചെയർമാൻ മന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടുണ്ട്. ഏതായാലും 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയ ആളുകൾക്കായി തുറന്നു കൊടുത്തതാണ്. ആളുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സവും ഒക്കെ തന്നെ അന്ന് സൃഷ്ടിച്ചിരുന്നതാണ്. ആളുകൾ മറ്റു റൂട്ടുകളിൽ കൂടിയാണ് പശ്ചിമ കൊച്ചിയിലേക്കൊക്കെ തന്നെ കടന്നിരുന്നത്. അത്തരത്തിൽ ഇനിയൊരു യാതൊരു കാരണവശാലും പൊളിഞ്ഞു പോകില്ല എന്ന് വലിയൊരു ഉറപ്പിന്മേൽ, അതായത് ജർമ്മൻ സാങ്കേതിക വിദ്യയാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ഉറപ്പിന്മേൽ ഇനി ടാറിംഗ് പൊളിഞ്ഞു നീങ്ങുകയോ ഇത്തരത്തിൽ തകരുകയോ ഒന്നുമില്ല എന്നുള്ള വലിയൊരു ഉറപ്പിന്മേൽ തുറന്നുകൊടുത്ത പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. സൂര്യശ്രീയാണ് കൊച്ചി ബ്യൂറോയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. കുണ്ടന്നൂർ പാലത്തു നിന്നാണ് സൂര്യശ്രീ. കുണ്ടന്നൂർ തേവര പാലം പിന്നെയും പൊളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാലം ജർമ്മൻ ടെക്നോളജിയിലാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കിയത്. പണി പൂർത്തിയായി കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും പൊളിഞ്ഞു. എന്താ ചെയ്യുക കേരളത്തിൽ?